ട്രാവലേഴ്സിന് നമസ്കാരം. എനിക്കൊരു യാത്രയുണ്ടായിരുന്നു. എവിടേക്കെന്നല്ലേ? നമ്മുടെ കോഴിക്കോട്ടേക്ക് തന്നെ. അതിനുവേണ്ടി ഞാൻ രാവിലെ എഴുന്നേറ്റ് കഥകു തുറന്ന് കണി കണ്ടത് നമ്മുടെ സ്റ്റൈലൻ കറവക്കാരൻ തോമാച്ചേട്ടനെയായിരുന്നു. കറന്ന പാലുമായി ഞാൻ അടുക്കളയിൽ മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മയടുത്തേക്ക് ചെന്നു. തൊട്ടടുത്ത് എൻ്റെ കുഞ്ഞിപ്പൂച്ചി. ഇത് രാത്രികാലങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം കാമുക പൂച്ചകളുണ്ട്. ഇവർ തൻ്റെ കാമുകി പൂച്ചകളെ ഇങ്ങനെയാണ് വിളിക്കാറ്. മ്യാവ് മ്യാവ് മ്യാവ്. ഇത് കാണുന്ന കാമുകി പൂച്ച. ഇത് കണ്ടുകൊണ്ട് വരുന്ന കാമുകിയുടെ ചേട്ടൻ പൂച്ച. മ്യാവ് മ്യാവ് മ്യാവ്. ഷോ, പൂച്ചയുടെ കാര്യം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ നേരെ TV ഓണാക്കി. हल्के हल्के ओ मिले सुर मेरा तुम्हारा, मिले सुर मेरा तुम्हारा, वो सुर बने हैं हमारा. ഞാൻ വീണ്ടും ചാനൽ മാറ്റി. അതിൽ നമ്മുടെ കിലുക്കം സിനിമയിലെ രേവതി ചേച്ചിയുടെ ഒരു ഉഗ്രൻ പ്രകടനം. റൂം തരാന്ന് പറഞ്ഞ എന്നെ ഇവിടെ പിടിച്ചെടുത്തിട്ട് റൂം തരുന്നില്ല. അങ്കമാലിയിലുള്ള എൻ്റെ അമ്മ പ്രധാനമന്ത്രിയാണെന്നും അയാളോട് പറഞ്ഞ കാശ് അയച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പൊ ദേ കൈത പറയാ നിന്റെ അമ്മാന്റെ വകയാണ് ഈ ഹോട്ടലിൽ നിന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാന്റെ വകയാണ് ഈ ഹോട്ടലിൽ നിന്ന്. അപ്പൊ അവനെന്നെ ഇടിയെന്ന് വിളിച്ചു. ഞാൻ അവിടെ പട്ടിന്ന് വിളിച്ചു. എന്നെ പിടിക്കാൻ വന്നപ്പോൾ എൻ്റെ കോടയെടുത്ത് അവൻ്റെ വയറ്റത്ത് ഒറ്റ കുത്തി വെച്ച് കൊടുത്തു. എൻ്റെ കോടയെ പിടിക്കാൻ വന്നപ്പോൾ ദാ അവിടുന്ന് ഫോട്ടോ എടുത്ത് ഞാൻ തലയിലെന്നെ പൊട്ടിച്ചു. അപ്പൊ വേറൊരുത്തം വന്ന് പറയാ അവൻ്റെയാണ് ഈ ഹോട്ടലിൽ നിന്ന്. അപ്പൊ ഞാൻ അവൻ്റെ അപ്പൂമ്മനെയും അമ്മൂമ്മനെയും ഒക്കെ ചീത്ത വിളിച്ചു. ആ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ ദാ അവിടുന്ന് പൂച്ചെട്ടിയിട്ട് അവൻ്റെ തലയിൽ ഒറ്റയടി വെച്ച് കൊടുത്തു. അവനെ ആശുപത്രി കൊണ്ടുപോയിക്കുക. വേറൊന്നും ഞാൻ ചെയ്തില്ല. ഇത്രേ ചെയ്തോളൂ. അതിനാണോ മരുങ്ങ നടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? എനിക്ക് വിശക്കുന്നു. കൊയങ്ങ നല്ല വെച്ച കൊയിൻ്റെ മണം. ഞാൻ അടുത്ത ചാനലിട്ടപ്പോൾ ജാസ് ഗിഫ്റ്റേട്ടൻ്റെ ഒരു ഉഗ്രൻ പാട്ടായിരുന്നു. ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണ്, ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണ്, താഴമ്പൂവോ താമരത്താഴോ തേനോ തേനിലാവോ മാമ്പഴമുത്തോ മല്ലക്കുറുമ്പോ മീനോ മാറിവില്ലോ തൊട്ടുറുമ്പി നിന്നാട്ടെ ഏതൊട്ടാ വാടി പെണ്ണാളെ മനസ്സക്കൊട്ടാള ചെപ്പിനകത്തുള്ള റോജാരാജനാണു ഞാൻ. ഞാൻ അടുത്ത ചാനലിട്ടപ്പോൾ നമ്മുടെ ഷീലാമ്മയുടെ ഒരു നല്ല പ്രകടനമായിരുന്നു. എൻ്റെ മാത്തുക്കുട്ടി ചായനുണ്ടായിരുന്നെങ്കിൽ എനിക്കിതൊന്നും സംഭവിക്കില്ലായിരുന്നു, എനിക്കിതൊന്നും കാണേണ്ടിയും വരില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, പഴയകാല ഷീലാമ്മ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അയ്യോ എൻ്റെ കൊച്ചു മുതലാളി, എൻ്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞിൻ്റെ ഉത്തരവാദി നിങ്ങളാണെന്ന് ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയും എൻ്റെ കൊച്ചു മുതലാളി. TV ഒക്കെ ഓഫാക്കി ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു. അവിടെ ആകെ തിക്കും തിരക്കുമായിരുന്നു. ബോറടി മാറ്റാൻ വേണ്ടി ഞാൻ ഹെഡ്സെറ്റൊക്കെ വെച്ച് റേഡിയോ ഓണാക്കി. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുണി, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലി തഴുകി, നറുചെറി 4 മണി പൂവ് പോൽ വിരിഞ്ഞുവോ, ചെറുമഷി തണ്ടു നീട്ടി വന്നെടുത്തു നിന്നുവോ, മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയും ഞാനാദ്യമായി. വേദി 3-ൽ മിമിക്രി മത്സരം തുടരുന്നു.
നെക്സ്റ്റ് കോഡ് നമ്പർ 117 ഫസ്റ്റ് കോൾ. അയ്യോ, ഇത് എൻ്റെ ചെസ്റ്റ് നമ്പർ അല്ലേ? അപ്പോൾ ഞാൻ പോയി വരട്ടെ. നന്ദി, നമസ്കാരം.